ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് മിഡ് ടേം എക്സാമിന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ആൻസേഴ്സൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ കൂട്ടുകാർ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി റീഡിംഗ് കോമ്പ്രിഹെൻഷനാണ്. താഴെ നമുക്ക് ഒരു പോം തന്നിട്ടുണ്ട്, അതിന് ബേസ് ചെയ്തിട്ടുള്ളതാണ്. റീഡ് ദ ഫോളോയിങ് പോം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. താഴെയുള്ള പോം വായിച്ചിട്ട് അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എ ഫ്രണ്ട് ഈസ് വൺ ഹു സ്റ്റാൻഡ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. ഹീ കംസ് ബൈ ചാൻസ് ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്. യുവർ പ്രൈസസ് ഹീ ഈസ് ക്വിക്ക് ടു വോയിസ്. No grievous fault or passing him can make an enemy of him, and though you need be great or small, his strength is yours throughout it all. എന്താണ് പറയുന്നത്? ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ കൂടെ എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായാലും എല്ലാത്തിലും നമ്മളെ കെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒരു വന്നത് എങ്ങനെയാണ്? ഒരു ചാൻസ് ആയിട്ടാണ് വന്നത്. അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് ഒരാളെ തിരഞ്ഞെടുക്കല്ല ഒരു ഫ്രണ്ടായിട്ട്, അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ്. പക്ഷേ അത് പിന്നെ എപ്പോഴും നമ്മുടെ ലൈഫ് ലോങ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉയർത്തുന്ന ഒരു സൗണ്ട്, ഒരു വോയിസ് ആയിട്ടാണ് പറയുന്നത്. ഒരിക്കലും നമ്മളെന്താണ് നമ്മളെ റിഗ്രറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ, നമ്മുടെ എന്തിനും കൂടെ നിൽക്കുകയും നമുക്ക് ഒരിക്കലും ഒരു ശത്രുത ഉണ്ടാക്കാനും പറ്റാത്ത തരത്തിലുള്ള ഒരു ബന്ധമായിരിക്കും ഉണ്ടാകുന്നത്. നമ്മുടെ എന്ത് ചെറിയ വലിയ ആവശ്യങ്ങൾക്കും നമ്മുടെ കൂടെ നിൽക്കുകയും നമുക്കൊരു സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ പോമിൽ പറയുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് എനി 2 pairs ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദി പോം. ഈ പോമിൽ നിന്ന് ഏതെങ്കിലും 2 റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ലൈനിൻ്റെ അവസാനത്തെ 2 ലൈൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സെയിം സൗണ്ട്സ് വരുന്നതാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഏതാണ്? ഫസ്റ്റ് നോക്കൂ, സ്റ്റാൻഡ്സ് ടു ഷെയർ. അവിടെ ഷെയർ ആൻഡ് നെക്സ്റ്റ് ലൈനിൽ കെയർ. അപ്പോൾ അതൊരു റൈമിംഗ് വേർഡായി. നെക്സ്റ്റ് വൺ, ചോയ്സ്, വോയിസ്. ദെൻ വിം, ഹിം, സ്മോൾ, ഓൾ. ഇങ്ങനെയുള്ളതാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്? എന്താണ് ഒരു ഗുഡ് ഫ്രണ്ടിൻ്റെ, നല്ല ഫ്രണ്ടിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുക. എ ഫ്രണ്ട് ഈസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ ഇൻ ഓൾ ടൈം വിത്ത് അസ്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുന്നത്, നമ്മുടെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കുന്ന ഒരാൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. നമ്മുടെ ചാപ്റ്ററിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ് എ ഫ്രണ്ട് എന്നുള്ള പോമിൽ. അപ്പോൾ കൂട്ടുകാർ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഒന്നും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. ദെൻ സി, ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ദിസ് പോം. ഈ പോമിന് നല്ല ഒരു ടൈറ്റിൽ കൊടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എ ഫ്രണ്ട് എന്ന് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ എ ഗുഡ് ഫ്രണ്ട്, അല്ലെങ്കിൽ മൈ ബെസ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 2 ആണ്, കോൺവെർസേഷൻ ആണ്. ചെസ്റ്റർ അക്കൗണ്ട് ഡസൻറ്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എന്താണ്? നമ്മുടെ ചെസ്റ്റർ അക്കൗണ്ട്സിന് സ്കൂളിൽ പോകണ്ട. ഹീസ് മദർ കമ്പൽസ് ഹിം. പക്ഷേ മദർ എന്താ ചെയ്യുന്നത്? അവനോട് നീ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് കമ്പൽ ചെയ്യാണ്. പ്രിപ്പയർ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ. അപ്പോൾ ചെസ്റ്ററും മദറും തമ്മിലുള്ള കോൺവെർസേഷനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ ആക്ടിവിറ്റിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ പോയി നോക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ജസ്റ്റ് അക്കൗണ്ട് പറയാണ്, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അപ്പോൾ മമ്മ ചോദിക്കും വൈ. അപ്പോൾ ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്, ഐ വാണ്ട് ടു സ്റ്റേ വിത്ത് യു എന്നൊക്കെ പറയാൻ. അപ്പം അമ്മ പറയാണ്, ഇറ്റ്സ് ഓക്കെ, ഐ എം ഓൾവേസ് വിത്ത് യു, ഐ വിൽ ഗീവ് ടു സംതിങ് ടു യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്ന ഒരു കോൺവെർസേഷനാണ് നിങ്ങൾ എഴുതേണ്ടത്. ആക്ടിവിറ്റി നമ്പർ 3 നോക്കാം, റീ അറേഞ്ച് some events from the story The Kissing Hand given below in a jumbled way. You may arrange them properly and write them down. എന്നിട്ട് അത് താഴെ എഴുതാൻ. അപ്പോൾ നമ്മുടെ സ്റ്റോറി ആയിട്ടുള്ളത് The Kissing Handലെ കുറച്ച് ഇവൻറ്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് ജംബിൾഡ് ഓർഡറിലാണ്, അതോ കറക്റ്റ് ഓർഡറിലല്ല, അത് കറക്റ്റ് ഓർഡറിലാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മിസ്റ്റർ റക്കോൺ സെയ്ഡ് ഹി വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. മിസ്സിസ് റക്കോൺ പറയാണ്, ഞാൻ നിനക്ക് ഒരു നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള സീക്രട്ട് പറഞ്ഞു തരാമെന്ന്. ചെസ്റ്റർ ടുക്ക് ഹിസ് മദർ ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം.
ജസ്റ്റർ എന്താണ്, അമ്മയുടെ കൈ എടുത്തിട്ട് അതിലൊരു കിസ് കൊടുക്കുകയാണ്. ജസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ജസ്റ്റർ പറയാൻ എനിക്ക് സ്കൂളിൽ പോവേണ്ടായിരുന്നു. ജസ്റ്റർ ഡാൻസ്ഡ് ഹിസ് വേ ടു സ്കൂൾ ആൻഡ് ഹിസ് മദർ വാച്ച്ഡ്. അവൻ സ്കൂളിലേക്ക് പോകുന്ന വഴി ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് അവൻ്റെ അമ്മ നോക്കി നിൽക്കുകയാണ്. മിസ്സിസ് റക്കൂൺ കിസ്ഡ് ജസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. എന്താണ്, പാമിൽ കിസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ ഏതാണ്, ജസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അതാണ് ഫസ്റ്റ് വരേണ്ടത്. അതിനുശേഷം എന്താ സംഭവിച്ചത്, മിസ്സിസ് റക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. ഒരു സീക്രട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം വരേണ്ടത് മിസ്സിസ് റക്കൂൺ കിസ് ജസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. അങ്ങനെ ആ പാമിൽ കിസ് കൊടുത്തു എന്നുള്ളത്. അതിനുശേഷം മിസ്സിസ് റക്കൂൺ ജസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം. അതാണ് വരേണ്ടത്. ലാസ്റ്റ് വൺ ജസ്റ്റർ ഡാൻസ്ഡ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. അങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് ഓർഡർ വരേണ്ടത്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി ഡിസ്ക്രിപ്ഷൻ ആണ്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ദിസ് ഈസ് എ ഡ്രോയിങ് ഓഫ് വാഷ്ടി ഫ്രം ദ സ്റ്റോറി ദ ഡോട്ട്. ദ ഡോട്ട് എന്ന സ്റ്റോറി നമുക്കറിയാം, അതിലെ വാഷ്ടി വരച്ച ഒരു പിക്ചറാണിത്. ഡു യു ലൈക്ക് ദിസ് പിക്ചർ? നിങ്ങൾക്ക് ഈ പിക്ചർ ഇഷ്ടമായോ? ഡിസ്ക്രൈബ് ദ പിക്ചർ ഇൻ യുവർ ഓൺ വേർഡ്സ്. ഈ നിങ്ങളുടെ വേർഡ്സിൽ ഈ പിക്ചർ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പിക്ചർ, ഇറ്റ് ഷോസ് മെനി തിങ്സ് ടു അസ്. ദെൻ എ ബോയ് ഈസ് swinging on the then അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്, ടു ബോയ്സ് ആർ പ്ലേയിങ് വിത്ത് സാൻഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, വൺ ഗേൾ ഈസ് സ്കിപ്പിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത് അതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. എല്ലാ കൂട്ടുകാരും എല്ലാ പാഠഭാഗവും നന്നായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോകാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.